വെളുത്തുരുണ്ട അരിക്കൊഴുക്കട്ടയേക്കാൾ എന്നെ എപ്പോഴും കൊതിപ്പിക്കുന്നതാണ് ഈ ഗോതമ്പ് കൊഴുക്കട്ട. ഇടയ്ക്ക് എപ്പോഴോ ഇതേപോലെ ഒരു വീഡിയോ ഇട്ടപ്പം ചിലരൊക്കെ വന്ന് ചോദിച്ചു ഗോതമ്പ് പൊടി കൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കാറുണ്ടോ, അവർ കഴിച്ചിട്ടില്ല എന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്, മിക്കവരും ഇത് ഉണ്ടാക്കിയിട്ടുള്ളവർ തന്നെയാണെന്നാണ് എൻ്റെ തോന്നൽ. ഇത് ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ. ഗോതമ്പ് പൊടിയിൽ ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളി ജീരകവും ചേർത്തിട്ടുണ്ട്. പിന്നെ അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പീരയും വെള്ളവും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് അതൊഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. പിന്നെ ഇത്തിരി ലൂസായിട്ട് കുഴക്കണം, അല്ലെ പിന്നെ കൊഴുക്കട്ടയും കട്ടിയായി പോവും. പിന്നെ തേങ്ങാപ്പീരയും പഞ്ചസാരയോ ശർക്കരയോ എന്താ വെച്ചാൽ അതും ഒരു നുള്ളു ചുക്ക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഉരുട്ടി ആവിയിൽ പുഴുങ്ങിയെടുക്കാം. കയ്യിൽ അധികം പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നെയ്യൊന്ന് കയ്യിൽ തൂത്ത് കൊടുത്തേ ഉള്ളൂ. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് വെന്ത് വരുന്ന മണം തന്നെ എന്നെ വല്ലാതെ അങ്ങ് കീഴ്പ്പെടുത്തിക്കളയും. അതുകൊണ്ട് അധികം തണുക്കാനൊന്നും സമയം കൊടുക്കാതെ ചൂടോടെ തന്നെ മുറിച്ചും കഴിക്കും. കൂട്ടത്തിൽ ഒരു ഗ്ലാസ് ചായയും.